ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1518 ദിവസമായ ഇന്ന് 2025 ജൂലൈ മാസം 11 തീയതി വെള്ളിയാഴ്ച. 1200 ആണ്ട് മിഥുനമാസം 27 തീയതി. ഗുരുവചനങ്ങളിലൂടെ ഗൃഹങ്ങളുടെ അന്തർഭാഗം വെയിലും ശുദ്ധവായു തട്ടുന്നവയുമായിരിക്കണം. അഴുകിച്ചീഞ്ഞ സാധനങ്ങൾ കളഞ്ഞ് വീടും പരിസരവും എപ്പോഴും വൃത്തിയാക്കണം. പരിസരങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യരുത്. സന്ധ്യാകാലങ്ങളിൽ സുഗന്ധവസ്തുക്കൾ കൊണ്ട് പുകയ്ക്കണം. ഇതാണ് ഗൃഹശുദ്ധി. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ അദ്വൈത വേദാന്തത്തിലെ യോഗയുക്തി എന്ന് വിവരിക്കുന്നതിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ആധുനിക ജീവിതത്തിൽ മതപരവും പ്രത്യയശാസ്ത്രപരവുമായ മത്സരം പല വേഷങ്ങളണിഞ്ഞാണ് പുറത്തു വരാറുള്ളത്. നിക്ഷിപ്ത താൽപ്പര്യക്കാർ സത്യം സ്വന്തം കുത്തകയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അതിന് നൽകുന്ന പുതിയ പുതിയ പൊങ്ങച്ച പേരുകൾ ഏറെയുണ്ട്. വാളെടുത്തവൻ വാളാൽ മരിക്കും, പക്ഷേ കളി തുടർന്നുകൊണ്ട് തന്നെയിരിക്കും. ഇങ്ങനെ കൂട്ടക്കുഴപ്പം കൊടികുത്തി വാഴുന്നിടത്ത് ഒരു ക്രമീകരണം ഉണ്ടാക്കിയെടുക്കുവാനും ഒരു പുതിയ മനോഭാവം വളർത്തിയെടുക്കാനുമാണ് നാരായണ ഗുരുവിൻ്റെ ധ്യാനാത്മക ചിന്ത ഹൃദയപൂർവകം ശ്രമം നടത്തുന്നത്. സാർവജനീനമായ നന്മയിൽ ഗുരുവിനുള്ള താൽപ്പര്യം പ്രകടമാക്കുവാനുള്ള ഒരു ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് ഈ പഠനത്തിൻ്റെ ഈ അധ്യായം അവസാനിപ്പിക്കാം. ഒരുമതമന്യന് നിന്ദ്യമൊന്നിലോതും കരു അപരൻ്റെ കണക്കിന്യൂനമാകും ധരയിലിതിൻ്റെ രഹസ്യമൊന്നു താനെന്നറിവളവും ഭ്രമമെന്നറിഞ്ഞിടേണം. ശ്രീനാരായണ ഗുരുദേവൻ. ആത്മോപദേശ ശതകം. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.